നമസ്കാരം. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ കേരളമാണ് ഏറ്റവും അധികം ശ്രദ്ധേയമായി മാറിയത്. കേരളം BJPക്ക് ബാലികേറാമല അല്ല എന്നാണ് ഇക്കുറി തെളിയിച്ചത്. ശക്തമായ ത്രികോണ മത്സരമെന്ന നിലയിൽ രാജ്യം തന്നെ ഉറ്റുനോക്കിയത് തൃശ്ശൂരിലായിരുന്നു. അവിടെ BJPയുടെ സുരേഷ് ഗോപി നേടിയത് ആരെയും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള വൻ വിജയമാണ്. അമ്പരപ്പില്ലാത്തത് സുരേഷ് ഗോപിക്ക് മാത്രമായിരുന്നു. ഭൂരിപക്ഷം എത്രയുണ്ടാകുമെന്ന ചോദ്യത്തിന് ചുരുങ്ങിയത് 2 ലക്ഷമെന്നായിരുന്നു എപ്പോഴും അദ്ദേഹത്തിൻ്റെ മറുപടി. അത്രത്തോളം എത്തിയില്ല, പക്ഷേ 3/4 ലക്ഷത്തോളം എത്തി. 2019 അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ടും എല്ലാവരെയും അമ്പരപ്പിച്ച് 3 ലക്ഷത്തിനടുത്ത് വോട്ട് നേടിയപ്പോൾ തന്നെ സുരേഷ് ഗോപിയുടെ സാധ്യത തൃശ്ശൂരിൽ സംഘപരിവാർ ഊഹിച്ചു കഴിഞ്ഞിരുന്നു. തോറ്റെങ്കിലും മണ്ഡലത്തിൽ സാന്നിധ്യം ഉറപ്പിക്കാനായി തീരുമാനം. ഇതിനിടെ കൈവന്ന രാജ്യസഭാംഗത്വം ഇവിടേക്ക് കൂടുതലായി പ്രയോജനപ്പെടുത്താനും മറന്നില്ല. ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷനിൽ പോലും വികസന ഫണ്ടെത്തി. TN പ്രതാപൻ MPയെക്കാളും സക്രിയമായി വികസനത്തിൽ ഇടപെടുന്നുവെന്ന ധാരണയും സൃഷ്ടിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി കളം നിറഞ്ഞു. കരിവന്നൂർ പ്രശ്നത്തിലെ ഇടപെടൽ എന്ന നിലയിൽ പദയാത്ര നടത്തിയത് പാർട്ടി അണികൾക്കും അപ്പുറത്തേക്ക് പടർത്താനും സഹായിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 തവണയാണ് തൃശ്ശൂർ മണ്ഡലത്തിലെത്തിയത്. മോദി മുഖ്യാതിഥിയായി എത്തിയ വനിതാ സമ്മേളനം സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം തന്നെയായി മാറി. മോദിയുമായുള്ള അടുപ്പം കേന്ദ്ര മന്ത്രിസഭയിലേക്കുള്ള വഴി തുറക്കുമെന്ന പ്രചാരണവും ശക്തമാണ്. ഇതോടെ തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന പ്രചാരണ വാക്യം തന്നെ മണ്ഡലത്തിൽ കത്തിപ്പടർന്നു. മണ്ഡലത്തിലെ ക്രിസ്തീയ വോട്ടുകൾ ലാക്കാക്കിയുള്ള പ്രവർത്തനവും ഒപ്പം മുന്നേറുന്നുണ്ടായിരുന്നു. പാലായിൽ സഭാ നേതൃത്വവുമായുള്ള വ്യക്തിപരമായ അടുപ്പം വഴിമരുന്നായി മാറുകയും ചെയ്തു. അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP 1ാം സ്ഥാനത്തെത്തിയത്. 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയത്തോടെ അടുക്കുകയും ചെയ്തു. കേവലം 16,000 വോട്ടിനാണ് രാജീവ് ചന്ദ്രശേഖറും മുരളീധരനും തോറ്റത്. CPMനോട് ഒട്ടി നിൽക്കുന്ന CPIക്കോ UDFനോട് ഒട്ടി നിൽക്കുന്ന ലീഗിനോ ഇല്ലാത്ത തരത്തിലുള്ള ഒരടിത്തറയാണ് BJPക്ക് കേരളത്തിലുള്ളത്. ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് സ്വന്തം പ്രതിനിധിയെ കിട്ടിയ BJP ഇത്തവണ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് 1ാമതെത്തിയത്, 8ഇടത്ത് 2ാമതും. നടക്കാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്ന സംസ്ഥാന BJPക്ക് ഇത് കൂടുതൽ ഊർജം പകരും. പത്തനംതിട്ടയിൽ 2019 തെരഞ്ഞെടുപ്പിൽ പാർട്ടി അധ്യക്ഷൻ K സുരേന്ദ്രന് ലഭിച്ചതിനേക്കാൾ 62,000-ലധികം വോട്ട് കുറവാണ് ഇത്തവണ മത്സരിച്ച അനിൽ ആന്റണിക്ക് എന്നത് കേന്ദ്ര ഘടകത്തിന് അല്പം ക്ഷീണമുണ്ടാക്കി. കേന്ദ്രത്തിന്റെ താല്പര്യമായിരുന്നു അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം. NDAയ്ക്ക് വോട്ട് കുറഞ്ഞ മണ്ഡലത്തിൽ മറ്റൊന്ന് BDJS മത്സരിച്ച ചാലക്കുടിയാണ്. ബാക്കി 18 ലോക്സഭാ മണ്ഡലങ്ങളിലും മുന്നേറ്റം ഉണ്ടാക്കാൻ NDAയ്ക്കായി. 1 ലക്ഷത്തിലധികം വോട്ട് കൂടിയ 2 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഒന്ന് ആലപ്പുഴ. BJPയിലെ തീപ്പൊരിയായ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആലപ്പുഴയിലെ ഏതാണ്ട് 3 ലക്ഷത്തോളം വോട്ടാണ് ശോഭാ സുരേന്ദ്രന് നേടാൻ കഴിഞ്ഞത്. തൃശ്ശൂരിൽ 1,18,516 വോട്ടുകളാണ് കൂടിയത്. ആലത്തൂരിൽ 98,000 വോട്ടുകൾ, ഏതാണ്ട് 50,000 വോട്ട് വീതം വർദ്ധിച്ച മണ്ഡലങ്ങൾ 6 എണ്ണമാണ്. ആറ്റിങ്ങൽ, കൊല്ലം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ്. CPMന് മുകളിൽ പോലും പലയിടങ്ങളിലും BJP കടന്നു കയറുകയുണ്ടായി. ഹരിപ്പാടും കായംകുളവും കോവളവും നെയ്യാറ്റിൻകരയുമാണ്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഗുരുവായൂർ ഒഴികെ മറ്റ് 6 മണ്ഡലങ്ങളിലും BJPക്ക് വലിയ സാന്നിധ്യം തന്നെയാണ് ഉണ്ടായത്. ലോക്സഭയിൽ 1ാമതെത്താൻ കഴിയുന്നു എങ്കിൽ നിയമസഭയിൽ എന്തുകൊണ്ടെത്താൻ കഴിയില്ല എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് CPM തന്നെയായിരിക്കും. CPMന്റെ ഇടങ്ങളിലാണ് BJP കടന്നുകയറ്റം നടത്തിയിരിക്കുന്നത്. 6 മാസത്തിനകം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. വടകരയിൽ നിന്ന് ജയിച്ച ഷാഫി പറമ്പിൽ നിയമസഭാംഗത്വം രാജിവെക്കുമ്പോൾ വടകരയിൽ ഉപതെരഞ്ഞെടുപ്പ്. ഈ 6 മാസത്തിനകം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ നിയമസഭയിലേക്ക് വീണ്ടും പ്രവേശിക്കും.
ആദ്യം അക്കൗണ്ട് തുറന്നത് നേമത്താണെങ്കിൽ ഇതാ ഇനിയും പാലക്കാട് നിന്ന് ഇക്കുറി തന്നെ 6 മാസത്തിനകം കേരള നിയമസഭയിൽ BJPയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ശോഭാ സുരേന്ദ്രനും മുരളീധരനും സുരേഷ് ഗോപിയും ചേർന്ന് നയിക്കുന്ന ഒരു വലിയ കൂട്ടുകെട്ട് തന്നെയാകും കേരള BJPയെ ഇനി അങ്ങോട്ട് മുന്നോട്ട് നയിക്കുക. വിഭാഗീയതയെല്ലാം തന്നെ മാറ്റി നിർത്തി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ BJPക്ക് ശക്തമായ മുന്നേറ്റം കുറിക്കാൻ സാധിക്കും. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദവിയിലേക്ക് വരും. അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ രാജ്യസഭാംഗത്വവും നേടുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കും വരും. അങ്ങനെ പാർട്ടിയിൽ അടിമുടി മാറ്റം വരുത്തി കഴിഞ്ഞാൽ 25 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള മുന്നേറ്റം കുറിക്കാം. അതിനോടൊപ്പം തന്നെ 2026 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും കടന്നുകയറ്റം നടത്തി എന്തിന് ഒരു 20 സീറ്റ് സുഖമായി നേടാവുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇനി 2026 കേരളം ആര് ഭരിക്കണം എന്ന് തീർച്ചപ്പെടുത്താൻ പോകുന്നത് BJP ആയിരിക്കും.